ഇല്ല, വെബ് സീരീസ് ആയിട്ട് ഷൂട്ട് ചെയ്താൽ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. സറ്റാരിക്കൽ ആസ് ഇൻ ഇത് അങ്ങനെ, അതായത് ദീപ് ചേട്ടൻ ഇതിന്റെ റൈറ്റർ ഇല്ലേ, ദീപ് ചേട്ടന്റെ വ്ളോഗ്സിലൊക്കെ വരുന്ന അതേ ഒരു ക്യാരക്ടേഴ്സിനെ ഇവര് എന്താ പറയാ, റിയൽ ലൈക് അതായത് സിനിമ വേൾഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അശോകേട്ടനുണ്ട്, സണ്ണി ഉണ്ട്, കുറെ കുറെ ആർട്ടിസ്റ്റുകളുള്ള സീരീസ് ആണ്. എല്ലാവരുടെ പെർഫോമൻസും നല്ലതാണ്. ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇതിനു മുമ്പ് വന്ന KCF വളരെ മികച്ച ഒരു പ്രതികരണമായിരുന്നു. അപ്പൊ അതുപോലെയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. KCF ജോണർ വേറെയാണോ, കുറച്ച് ത്രില്ലർ ടൈപ്പ് ജോണറാണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു റീച്ച്, അതിന് എല്ലാ നാട്ടിലും അതിനുള്ള റീച്ച് ഉണ്ടാവും. ഇത് എനിക്ക് അറിയില്ല, വന്നാലേ അറിയുള്ളൂ. ജനുവരി 5 വരുന്ന ഒരു കോമഡി ജോണറിലുള്ളതായതുകൊണ്ട് അതെങ്ങനെ എടുക്കും എന്നുള്ളത് അറിയണം. ഇവിടെ കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര നല്ല. ഇത് മൂവിയല്ല, ബേസിക്കലി ഇത് വെബ് സീരീസ് ആണ്. അല്ലല്ല, നമ്മളത് വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അത് 7 എപ്പിസോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്, സിനിമയായിട്ടല്ല. ഇല്ല, വെബ് സീരീസ് ആയിട്ട് ഷൂട്ട് ചെയ്താൽ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോഴും വെബ് സീരീസ് ആണ്, ഷൂട്ട് ചെയ്യുമ്പോഴും വെബ് സീരീസ് ആണ്, ഇറങ്ങുമ്പോഴും വെബ് സീരീസ് ആണ്. അറിയില്ല, നമുക്ക് വന്നാലേ അറിയുള്ളൂ. ജനുവരി 5 സ്ട്രീം ആവുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പ്രിവ്യൂല് ആൾക്കാർക്ക് നല്ല അഭിപ്രായമുണ്ട്. കണ്ടില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ ചെറിയൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം സോറി, ഒച്ച വയ്യ. എന്തായാലും ഒരു ഫൺ വാച്ച് ആയിരിക്കും. എന്താ പറയാ, എല്ലാവരുടെയും കൂടെ ലൈക്ക് എക്സ്പീരിയൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാൻ വന്നത് തണ്ണീർമത്തനിലെ ചീഫ് ആണ് ഇതില്, ഐ മീൻ ഇതിലും അസിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ പുള്ളി വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആയിരുന്നു, അങ്ങനെ പോയി ചെയ്തതാണ്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാ. എന്താ പറയാ, ഹോട്ട് കോമഡി സീരീസ് ഇതുവരെ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് എപ്പോഴും നമ്മൾ ത്രില്ലർ അല്ലേ കണ്ടുകൊണ്ടിരിക്കണം. സോ ഞാൻ പ്രവീൺ ചേട്ടനോട് താങ്ക്സ് പറയുന്നു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹോട്ട്സ്റ്റാർ ആസ് വെൽ. അപ്പം എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം. പോട്ടെ, കഴിഞ്ഞില്ലേ? എന്തോ സറ്റാരിക്കൽ ആസ് ഇൻ ഇത് അങ്ങനെ, അതായത് ദീപ് ചേട്ടൻ ഇതിന്റെ റൈറ്റർ ഇല്ലേ, ദീപ് ചേട്ടന്റെ വ്ളോഗ്സിലൊക്കെ വരുന്ന അതേ ഒരു ക്യാരക്ടേഴ്സിനെ ഇവര് എന്താ പറയാ, റിയൽ ലൈക് അതായത് സിനിമ വേൾഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എഴുത്തിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു പരിപാടി, ഒരു ഇമാജിനറി ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ കുറെ പേര്. അപ്പം എന്തായാലും നിങ്ങൾ കാണുക, ഫുൾ എപ്പിസോഡ് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്കറിയാലോ, ഒത്തിരി ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഫണ്ണായിട്ടുള്ള, അപ്പൊ ആ ഒരു പരിപാടി രസമായിട്ടുണ്ട്. അതെ, യെസ്. പക്ഷെ എനിക്ക് തോന്നുന്നത് രണ്ടഭിപ്രായം ഉണ്ട് എന്ന് വെച്ചാൽ, OTT മാത്രം കാണുന്ന പ്രേക്ഷകരും ഉണ്ട്, തിയേറ്ററിൽ വന്ന് കാണാത്തവരും ഇല്ലേ. പക്ഷെ ഈ പരിപാടി ശരിക്കും തിയേറ്ററിൽ ഇറങ്ങിയാലും നൈസ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു മിനി സ്ക്രീനിലല്ലാതെ ഇഫ് യു വാച്ച് ഇറ്റ് ഇൻ ബിഗ് സ്ക്രീൻ ഓൾസോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ. പിന്നെ അത് ലെങ്ത് കൂടുതലുള്ളപ്പോൾ നമുക്കിപ്പോൾ ഒരു മേ ബി എനിക്ക് തോന്നുന്ന 3 മണിക്കൂർ പ്ലസ് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതും പരിഗണിച്ച് യെസ്, അതെ അതെ, ഉണ്ട്. ഫിക്ഷണൽ ഗ്രാമത്തിലെ കഥയാണ്, അപ്പോ രസമാണ്. യെസ്, നല്ലതാണ്. അതന്നെ പറഞ്ഞത്. നമുക്ക് ബിഗ് സ്ക്രീനിൽ ഇപ്പൊ ചില പടങ്ങള് ചെറിയ സ്ക്രീനിൽ കാണുമ്പോഴുള്ള എഫക്ട് ബിഗ് സ്ക്രീനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോ ഇത് കണ്ടപ്പോ ബിഗ് സ്ക്രീനിൽ ലുക്സ് ഗുഡ്. അവിടെ കിട്ടും.